ഒരു പക്ഷേ അവളുടെ മനസ്സിനെ അലട്ടുന്നത് അച്ചുവിന്റെ ഓർമ്മയിൽ പോലും ഐഷുവില്ല എന്നുള്ളതാവാം. എന്താ റന, ഞാൻ വരേണ്ടിയിരുന്നില്ലേ ഇവിടെ? അമ്മേ, അതല്ല, ഇത്തുവിന്റെ ആഗ്രഹവാ, എനിക്കറിയാമത്. പക്ഷേ അച്ചു സാറിനിപ്പോ അവളെന്ന വ്യക്തിയെ പോലും അറിയില്ല. ഒരു കണക്കിന് അതല്ലേ നല്ലത്. ഒരുപാട് വേദനിച്ചതാ സർ. ഇനിയും വേദനിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ മറന്നത്. ഇപ്പൊ ആണേൽ സ്വയം തിരഞ്ഞെടുത്ത ശിവയുണ്ട് സാറിന്റെ ജീവിതത്തിൽ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇത്തുവിന്റെ ഓർമ്മകളൊന്നും തിരികെ സാറിന്റെ അടുക്ക വരാൻ സമ്മതിച്ചൂടാ. അതൊരു പക്ഷേ സാറിന് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. റന മോളെ, അപ്പോ നീ എന്താ പറഞ്ഞു വരുന്നേ? പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്യണമെന്നാണോ? എനിക്കറിയില്ല. അത്രയും പറഞ്ഞ് റന തല താഴ്ത്തി. സത്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു ഭാഗത്ത് അവളുടെ ഇത്തുവിന്റെ ഐശുവിന്റെ ആഗ്രഹം നടക്കണമെന്ന് മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുമ്പോൾ, മറുഭാഗത്ത് സത്യമൊക്കെ അറിഞ്ഞ അച്ചു ശിവയെ അവനിൽ നിന്ന് അകറ്റുമോ എന്നുള്ള ഭയമായിരുന്നു. ഐശുവും ശിവയും അവളുടെ മനസ്സിൽ ഒരേ സ്ഥാനമായിരുന്നു. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ശിവ ഐശുവിനൊപ്പം അവളുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു എന്നവൾ മനസ്സിലാക്കി. റന ഫ്രഷായി ഇറങ്ങിയപ്പോൾ കാണുന്നത് വന്ന പാടെ ബെഡിൽ എന്തോ ചിന്തിച്ചു കിടക്കുന്ന ശിവയാണ്. ഇന്ന് അമ്മ വന്നതും പ്രോജക്റ്റിന്റെ കാര്യവും അവളോട് പറഞ്ഞാൽ അവളൊരു പരിഹാരം കണ്ടെത്തുമെന്ന് റനക്കറിയാമായിരുന്നു. റന അവളുടെ അടുത്തിരുന്ന് വിളിച്ചതും ശിവ ഒരു ചിരിവരുത്തി അവളെ നോക്കി. എന്താടാ? അത് ഇന്ന് അച്ചു സാറ് പുതിയ ഏതേലും പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞായിരുന്നോ? ആ, ഇന്നൊരു അമ്മ കാണാൻ വന്നിരുന്നു. ഇവിടെ അടുത്തുള്ള അനാഥാലയത്തിന്റെ ഹെഡാണെന്നാ പറഞ്ഞേ. ഒരു മിനി പ്രൊജക്റ്റിനെ പറ്റി സംസാരിക്കാൻ. അയാളോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. വളരെ അടുപ്പമുള്ള ആളുകളെ പോലെയാ അവരിന്ന് എന്നോടും അയാളോടും സംസാരിച്ചത്. ഒത്തിരി നാളായി അടുത്തറിയുന്നവരെ പോലെ. അയാളോട് ചോദിച്ചപ്പോൾ ആ അമ്മയെ അറിയില്ലെന്ന്. പക്ഷേ എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല. അവരും ഇയാളുമായി എന്തോ ബന്ധമുണ്ട്. എന്നോട് മനഃപൂർവ്വം പറയാത്തതാ. നിർത്താതെയുള്ള അവളുടെ സംസാരം കേട്ട് ഇത്രനേരം അവൾ എന്താണ് ചിന്തിച്ചതെന്ന് റനക്ക് മനസ്സിലായി. സാർ അഭിനയിക്കുന്നതല്ല, സാറിന് അതാരാണെന്ന് അറിയാത്തത് തന്നെയാ. അവൾ അങ്ങനെ പറഞ്ഞതും ശിവ ഒരു സംശയത്താൽ റനയെ നോക്കി. വന്നത് ഞങ്ങളുടെ അമ്മയാ, സ്നേഹതീരത്തുള്ള. റന അങ്ങനെ പറഞ്ഞതും ശിവ കണ്ണുമീഴ്ച്ച് അവളെ നോക്കി. വന്നത് ഐശുവിന്റെ ആഗ്രഹപ്രകാരമാണെന്നും അവൾക്ക് വേണ്ടി അച്ചു തന്നെ ഇത് ചെയ്യണമെന്ന് വിമലക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ റന അവളോട് പറഞ്ഞു. പക്ഷേ ശിവ, സാർ ആ പ്രൊജക്റ്റ് ചെയ്യണ്ട. നീ അതെങ്ങനേലും മുടക്കണം. അതെന്താ? സാറിപ്പോൾ പൂർണ്ണമായും എൻ്റെ ഇത്തുവിനെ മറന്നിരിക്കുക. ഈ പ്രൊജക്റ്റിലൂടെ വീണ്ടും സാറ് അവളെ ഓർക്കും എന്നെനിക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ സംഭവിച്ച സാറിന് സഹിക്കാനാവില്ല. ഒരിക്കൽ ഒരുപാട് കരഞ്ഞതാ. എൻ്റെ ഇത്തുവിന് വേണ്ടി സാറ് വേദനിക്കുന്നത് കാണാൻ എൻ്റെ ഇത്തുവും ആഗ്രഹിച്ചിരുന്നില്ല. മാത്രവുമല്ല, സാർ ഇതൊക്കെ അറിഞ്ഞ. അത്രയും പറഞ്ഞ റന ശിവയൊന്ന് നോക്കി. അവൾ കാര്യമായെന്തോ ആലോചനയിലാണ്. അറിഞ്ഞ സാർ നിന്നെ എങ്ങാനും ഒഴിവാക്കിയാലോ? റന പരിങ്ങിക്കൊണ്ടത് പറഞ്ഞതും ശിവ ഒന്ന് ഇരുത്തി നോക്കി അവളെ. ഹോ, അത് വേണമായിരുന്നു. ആ മുരടനെ കിട്ടുന്നതിനേക്കാൾ നല്ലത് ട്രെയിനിൽ തലവെക്കുന്നതാ. നിനക്ക് അങ്ങനെ ഒരു സംശയമുള്ള സ്ഥിതിക്ക് ഈ പ്രൊജക്റ്റ് അയാളെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. അത് കാരണം അഥവാ എന്നെ വേണ്ടെന്ന് വെച്ചല്ലോ. ശിവ പിരികം പൊക്കി അത് പറഞ്ഞതും റന അവളുടെ കൈയിനിട്ടൊരു തട്ട് കൊടുത്തു. അവളെ നോക്കി ഒന്ന് നാക്ക് നീട്ടി. ശിവയും ഫ്രഷ് ആവാനും കയറി. തന്നോട് ഇങ്ങനെ പറഞ്ഞെങ്കിലും അച്ചു വിഷമിപ്പിക്കുന്നതൊന്നും അവൾ ചെയ്യില്ലെന്ന് റനക്ക് ഉറപ്പുണ്ടായിരുന്നു. അച്ചു എന്നല്ല, അവൾ കാരണം ആരും മനസ്സ് വേദനിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. തണുത്ത വെള്ളം തലയിലൂടെ വീഴുമ്പോൾ ശിവയും ചിലതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. ഇന്നുണ്ടായതുപോലെ അച്ചു തളർന്നിരിക്കുന്നത് കാണാൻ അവളും ആഗ്രഹിച്ചിരുന്നില്ല. ഒരു കണക്കിന് നോക്കിയാൽ അതും പ്രണയം തന്നെയല്ലേ. ഇതെവിടേക്കാ രാവിലെ തന്നെ? ശിവ പോയതും ബ്രേക്ക്ഫാസ്റ്റുമായി ദക്ഷയുടെ റൂമിലേക്ക് വന്ന അല്ലി കാണുന്നത് എവിടെയോ പോകാൻ എന്ന പോലെ റെഡിയാവുന്ന ദക്ഷയാണ്. കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ ടേബിളിൽ വെച്ച് അല്ലി ചോദിച്ചതും ദക്ഷ അവളുടെ ഹാൻഡ് ബാഗ് എടുത്ത് കയ്യിൽ കുരുത്തു. ഇന്നെങ്കിലും ഓഫീസിൽ പോണല്ലി, എത്ര നാളായി? ഓ പിന്നെ, പറയുന്ന കേട്ടാ തോന്നും മാസങ്ങളായെന്ന്. അവിടെ ദച്ചു മാത്രമല്ലല്ലോ, എല്ലാവരും ഇല്ലേ? അതല്ലടാ, മറ്റന്നാളൊരു പ്രൊജക്റ്റ് ഉണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഒരു കാരണവശാലും അത് മോശമാവാൻ പാടില്ല. ഇതുവരെ നല്ലതുപോലെ ഒന്ന് നോക്കിയത് പോലുമില്ല. ഇന്ന് വേണം അതൊക്കെ ഒന്ന് ചെയ്യാൻ. എന്തേ, നീ മാത്രമേ ഉള്ളോ അതൊക്കെ നോക്കാൻ? നിന്റെ ഒരു കിഴങ്ങും ഫ്രണ്ടില്ലേ മഹി, ഓൻ എന്താ അവിടെ പണി? കിഴങ്ങ് നിന്റെ കിട്ടിയോൻ. അല്ലി പറഞ്ഞു നാവെടുത്തതും മഹി അവളുടെ തലയിൽ കൊട്ടി. എൻ്റെ കിട്ടിയോനെ പറയാൻ നീ ആരാടാ പറട്ടെ? ദേ പെണ്ണെ, എൻ്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങാൻ നിൽക്കല്ലേ. മഹി കയ്യോങ്ങി അത് പറഞ്ഞതും അല്ലി അവനെ പുച്ഛിച്ച് ദച്ചുവിനോട് ബൈ പറഞ്ഞ് പുറത്തിറങ്ങി. പോകാം. അവൾ പോയ വഴിയെ ചിരിയാലെ നോക്കി നിൽക്കുന്ന മഹിയുടെ മുന്നിൽ വന്ന് നിന്ന് ദക്ഷ ചോദിച്ചതും മഹി തലയാട്ടി.
ദക്ഷയ്ക്ക് പിന്നിലായി നടന്നു. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു മഹി. അല്ലിയെ കാണാത്തതിലുള്ള നിരാശയിൽ സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയ അവന്റെ മുതുകിൽ ഒരടി വീണതും ഒരുമിച്ചായിരുന്നു. ഞെരിപിരി കൊണ്ട് തിരിഞ്ഞു നോക്കിയതും അവളുടെ റൂമിൽ ഓടിക്കേറി ഗ്ലാസ് വാളിലൂടെ അവനോട് കൈവീശി കാണിക്കുന്നവളെ കണ്ട് വേദനയിലും അവന്റെ ചുടികൾ വിടർന്നു. ആദ്യം തമ്മിൽ കണ്ടതും ഇതുപോലെയാണെന്ന് അവൻ ഓർത്തു. കുസൃതി തോന്നി അവൾക്ക് നേരെ സൈറ്റടിച്ച് ചുണ്ടുകൂർപ്പിച്ച് ഉമ്മ കൊടുക്കുന്നത് പോലെ കാട്ടി. അവളുടെ പ്രതികരണം അറിയുന്നതിനു മുന്നേ അവൻ തിരിഞ്ഞു നടന്നു. ഒരു നിമിഷം പകച്ചുപോയ അല്ലി വെട്ടിത്തിരിഞ്ഞ് ഗ്ലാസ് വാളിലേക്ക് ചാരി നിന്നു. കവിളുകൾ രക്തവർണമാകുന്നതും ശ്വാസഗതി ഉയരുന്നതും ഉള്ളിലൊരു കുളിരനുഭവപ്പെടുന്നതും അവൾ അറിഞ്ഞു. ഒപ്പം അവനു വേണ്ടി മാത്രം അതരവും വിടർന്നു. ആൻവി, കോൾ മഹി. അവൻ ഇവിടെ ഇല്ല. ആൻവി താല്പര്യമില്ലാത്ത മട്ടിൽ അത് പറഞ്ഞതും ഭദ്രി അവളെ നോക്കി. മഹി എവിടെ? എനിക്കറിയില്ല. അവൻ എന്നോട് പറഞ്ഞിട്ടാണോ പോന്നത്? ആൻവി, മര്യാദക്ക് സംസാരിക്ക്. അവനിവനെന്നൊക്കെ തന്റെ കോളേജിനെ വിശേഷിപ്പിക്കാം. ഇവിടെ ആർക്കും ഞാൻ അധികാരം കൊടുത്തിട്ടില്ല കോട്ടിച്ച്. പിന്നെ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ചോദിച്ചതിനുള്ള ഉത്തരം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ? സോറി സർ. ആൻവി അത്യധികം ദേഷ്യത്തിലായിരുന്നു. എങ്കിലും വാക്കുകളിലൂടെ അത് പ്രകടമാകാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു. ദേഷ്യം കടിച്ചു പിടിച്ച് അവൾ അവന് മുന്നിൽ നിന്നെങ്കിലും ഒരു നോട്ടം കൊണ്ട് പോലും തന്നെ ബദ്രി പരിഗണിക്കുന്നില്ല എന്നത് അവൾക്ക് വല്ലാത്ത വേദനയായി തോന്നി. ഓരോന്നാലോചിച്ച് നിൽക്കെ ഡോറ് തുറന്ന് ദക്ഷയും മഹിയും അങ്ങോട്ടായി വന്നു. ദക്ഷയെ കണ്ടപാടെ ബദ്രി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തായി പോയി. ഗുഡ് മോർണിംഗ് ബദ്രി. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഫൈൻ ബദ്രി. ബദ്രി ദക്ഷയോട് സുഖവിവരം അന്വേഷിക്കുന്നത് കാണെ ആൻവിക്ക് ദേഷ്യം വന്നു. മുഷ്ടി ചുരുട്ടി അവൾ അവളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. വന്നതു മുതൽ മഹിയുടെ രൂക്ഷമായ നോട്ടം തൻ്റെ നേർക്കാണെന്ന് മനസ്സിലാക്കെ ആൻവി അവനെ നോക്കി പുച്ഛിച്ചു. ദക്ഷ, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം തന്നോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. മറ്റന്നാളത്തെ പ്രോജക്റ്റ് അല്ലേ? പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ ദക്ഷ അത് പറഞ്ഞതും ബദ്രി ഒന്ന് ചിരിച്ചു. മഹി, അന്ന് ഞാൻ തന്നില്ലേ ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുന്ന ഒരു ഫയല്? അതെടുത്തു വാ, ഞങ്ങൾ സെമിനാർ റൂമിൽ കാണും മഹിയോട്. അതും പറഞ്ഞ് ദക്ഷ അവനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. അവളൊന്ന് അവനെ നോക്കി ബദ്രിക്കൊപ്പം സെമിനാറിലേക്ക് നടന്നു. താൻ വെച്ചത് ബദ്രിയുടെ ഡ്രോയറിലാണെന്ന് ഓർത്തെടുത്ത് അവൻ അവിടെ ആകെ തിരയാൻ തുടങ്ങി. അവിടെ കാണാത്തത് കാരണം അവനിലെന്തോ ഭയം നിറഞ്ഞു. തലയിൽ കൈവച്ച് കണ്ണടച്ച് ഒന്നുകൂടി ഓർത്ത് കണ്ണു തുറക്കവേ മുന്നിലായി വിജയച്ചിരിയാലെ നിൽക്കുന്ന ആൻവിയെയാണ് കണ്ടത്. അവളുടെ ചുണ്ടിലെ ചിരിയിൽ തന്നെ തകർക്കാനുള്ള പഴുതെന്തോ ഒളിപ്പിച്ചതുപോലെ തോന്നി അവന്. എന്താ മഹി, ഫയല് കാണുന്നില്ലേ? പുച്ഛത്തോടെ കൊട്ടിച്ചിരിച്ച് ആൻവി അവനോട് ചോദിക്കേ മഹി പകപ്പോടെ അവളെ നോക്കി. എന്താ? ക്യാബിന്റെ ഫ്രണ്ടിൽ നിന്ന് കറങ്ങുന്ന ശിവയുടെ പുറകെ നിന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു സൗണ്ട് കേട്ടതും അവൾ ഞെട്ടി പിന്നിലേക്ക് നോക്കി. രണ്ട് കൈയും മാറിൽ പിണച്ചു വെച്ച് ഒരു പുരികം പൊക്കി തന്നെ ഉറ്റുനോക്കുന്ന അച്ചുവിനെ കണ്ട് ആദ്യമൊന്ന് പതറിയെങ്കിലും അത് മുഖത്ത് പ്രകടമാകാതിരിക്കാൻ ശ്രമിച്ചു. എന്ത്? അല്ല, ഇവിടെ നിന്നിങ്ങനെ കറങ്ങുന്നത് എന്താണെന്ന്. കറങ്ങിയേ? ഞാനോ? നല്ല കഥ. അല്ല, ഞാൻ ഞാൻ താൻ അകത്തുണ്ടെന്ന് നോക്കുമായിരുന്നു. വാക്കുകൾ എങ്ങനെയോ പരതി അവളത് പറഞ്ഞൊപ്പിച്ചു. ഞാൻ അകത്തുണ്ടോ എന്ന് നോക്കിയിട്ട് നിനക്കെന്തിനാ? ചുമ്മാ. തോള് പൊന്തിച്ച് കണ്ണിറുക്കി അവനോടത് പറഞ്ഞതും അച്ചു സംശയത്താലെ അവളെ ഉറ്റുനോക്കി. മുഖഭാവം കണ്ടിട്ട് തന്നോടെന്തോ ആവശ്യപ്പെടാൻ വന്നതുപോലെ തോന്നി അവന്. ഞാൻ പോയി കോഫി കൊണ്ടുവരാം. അവളങ്ങനെ പറഞ്ഞതും അച്ചുവിൻ്റെ കണ്ണ് മീഞ്ഞു വന്നു. താൻ എന്തേലും ആവശ്യപ്പെട്ടാൽ പോലും ചെയ്യാത്തവളാണ് ഇന്നിങ്ങോട്ട് ഓരോന്ന് പറയുന്നത്. അവനൊരു അമ്പരപ്പോടെ അവളെ നോക്കി. അവളുടെ മുഖത്തെ നിറപുഞ്ചിരിയിൽ തന്നെ അച്ചുവിന് കാര്യം മനസ്സിലായി. നിന്നെ ശരിയാക്കി തരാടി. മനസ്സിൽ അതും മൊഴിഞ്ഞ് അവനൊന്ന് ഊറിച്ചിരിച്ചു. ഞാൻ അതങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. പോയി 2 കപ്പ് ബ്ലാക്ക് ടീ എടുത്തിട്ട് വാ. നല്ല തലവേദന. നെറ്റിയിൽ കൈവച്ചു കഴിഞ്ഞ് അവളോടത് പറഞ്ഞു. ക്യാബിൻ ഡോർ തുറക്കാനാഞ്ഞതും ശിവ കൈവച്ച് തടഞ്ഞു. അതിന് താൻ ബ്ലാക്ക് ടീ കുടിക്കില്ലല്ലോ എന്ന് ചിത്തുവിനോട് ആര് പറഞ്ഞു? ഹാനിക്ക. കള്ളച്ചിരിയാലെ കൊഞ്ചിയുള്ളവന്റെ ചോദ്യത്തിന് ഉടനടി ശിവ മറുപടി കൊടുത്തു. അല്ലാതെ ഞാനല്ലല്ലോ. ഡു വാട്ട് ഐ സെഡ്. വേഗം കൊണ്ടുവാ. അത്രയും പറഞ്ഞ് അച്ചു ഉള്ളിലേക്ക് കയറി. ശിവക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അന്യനെ പോലെ മാറുന്ന അവന്റെ സ്വഭാവം അവളുടെ കലിയെ കൂട്ടി. പിന്നെ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്ന പഴഞ്ചൊല്ലോർത്തതും നീട്ടിയൊന്ന് ശ്വാസം വലിച്ചുവിട്ട് ക്യാൻറ്റീനിലോട്ട് നടന്നു. വാട്ട്? മഹി വന്ന് ഫയൽ കാണാത്ത വിവരം പറഞ്ഞതും ദക്ഷ പരിസരം മറന്ന് അലറി. മഹി, ചുമ്മാ കളിക്കല്ലേ. ഫയൽ എവിടെ? ബദ്രി രൂക്ഷമായി മഹിയെ നോക്കുന്നുണ്ട് എന്നല്ലാതെ ഒന്നും മിണ്ടുന്നില്ല. ദക്ഷയുടെ ചോദ്യത്തിന് നിസ്സഹായതയോടെ മഹി അവളെ നോക്കി. അവന്റെ നോട്ടത്തിൽ നിന്ന് തന്നെ അവൾക്ക് കാര്യം മനസ്സിലായതുപോലെ ദക്ഷ നെറ്റിയിൽ പെരുവിരലും ചൂണ്ടുവിരലും വെച്ച് തുടരെ തുടരെ ഒഴിഞ്ഞു. താൻ ഫയൽ എവിടെ വെച്ചതാണെന്ന് ഓർത്തു നോക്കി ഒന്നുകൂടെ അവിടെയൊക്കെ തിരയാൻ നോക്ക്. അല്ലാതെ ഇവിടെ വന്നിങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ നോക്കി നിൽക്കാതെ പോയി അന്വേഷിക്ക്.
മഹിയെ കാണുന്തോറുമുള്ള ബദ്രിയുടെ മുഖത്തെ ടെൻഷനും ആൻവിയുടെ മുഖത്തുള്ള പരിഹാസവും കാണി ദക്ഷയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. തലതാഴ്ത്തി കുറ്റവാളിയെ പോലെ നിൽക്കുന്ന മഹിയെ അവരുടെ മുന്നിൽ നിന്ന് രക്ഷിക്കാൻ എന്ന പോലെ ദക്ഷ അവനോടായി അലറി. ആരുടെ മുന്നിലും മഹി തലകുനിക്കുന്നത് കാണാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ദക്ഷയുടെ പൊട്ടിത്തെറിയിൽ മഹിക്ക് വല്ലാത്ത വേദന തോന്നി. അവളെ ഒന്ന് നോക്കി അവൻ അവിടം വിട്ടിറങ്ങി. അവന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൾക്കും വല്ലായ്മ തോന്നി. മഹി, ഇനി എന്ത് ചെയ്യണമെന്ന് തലപുകഞ്ഞ് ആലോചിച്ചിരിക്കുന്ന മഹിയുടെ അടുക്കൽ വന്ന് സ്റ്റെല്ല എന്ന അവിടെയുള്ള സ്റ്റാഫ് വിളിച്ചതും അവൻ തല ഉയർത്തി നോക്കി. അവനെ അങ്ങനെ കാണെ അവൾക്ക് ഉള്ളിൽ ഒരു കൊളുത്തുവലി അനുഭവപ്പെട്ടു. ചുറ്റും കണ്ണുകൊണ്ട് പരിധി ആരുമില്ല എന്നുറപ്പുവരുത്തി അവൾ മഹിയുടെ അടുത്തിരുന്നു. അവളുടെ കണ്ണിലെ പിടപ്പ് അവൻ കണ്ടതാണെങ്കിലും അതിന്റെ കാരണം അന്വേഷിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവൻ. മഹി, താൻ പേടിക്കണ്ട, ഫയൽ നമുക്ക് കണ്ടെത്താം. സ്റ്റെല്ലയുടെ വാക്കുകൾ കേട്ടെങ്കിലും അവനത് ശ്രദ്ധ കൊടുത്തില്ല. ആൻവി, അവൾ അതെടുത്ത് മാറ്റിയത് ഞാൻ കണ്ടതാ. വെപ്രാളത്തോടെ അവളത് പറഞ്ഞു നിർത്തുമ്പോൾ മഹി ഞെട്ടിയിരുന്നു. ആൻവിയെ സംശയം തോന്നിയിരുന്നെങ്കിലും തെളിവൊന്നും തൻ്റെ പക്കലില്ലല്ലോ എന്നതായിരുന്നു അവനെ പിൻവാങ്ങാൻ പ്രേരിപ്പിച്ചത്. സത്യം അവൾ എടുക്കുന്നത് ഞാൻ കണ്ടതാ. പക്ഷേ അതെവിടെയാണെന്ന് എനിക്കറിയില്ല. സത്യാണോ? നീ കണ്ടതാണോ? സ്റ്റെല്ലയെ പിടിച്ചുലച്ച് അവൻ ചോദിച്ചതും അവൾ ചുറ്റും നോക്കി അവന് തലകുലുക്കി. മഹിക്ക് ആൻവിയെ കൊല്ലാനുള്ള ദേഷ്യം വന്നിരുന്നു. ആ പ്രൊജക്റ്റ് മറ്റെന്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണെന്നത് ആൻവിക്കും അറിയുന്ന കാര്യം തന്നെയായിരുന്നു. വാ, ഇപ്പം തന്നെ ഇത് ബദ്രിയോട് പറയാം. വാ, എൻ്റെ കൂടെ വാ. മഹി പ്ലീസ്, തൻ്റെ വിഷമം കാണാൻ വയ്യാഞ്ഞിട്ട് പറഞ്ഞ ഞാൻ. ഇതൊക്കെ എന്നെ കൊണ്ടാണ് താൻ അറിഞ്ഞതെന്ന് ആൻവി എങ്ങാൻ അറിഞ്ഞാൽ പിന്നെ അവളെന്നെ വെറുതെ വിടില്ല. പ്ലീസ് മഹി, എന്നെ ഇതിൽ വലിച്ചിടല്ലേ. അവളെടുത്തത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടയാ. പക്ഷേ എനിക്കത് തന്നോടല്ലാതെ മറ്റാരോടും പറയാനാവില്ല. ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. താൻ കണ്ടതല്ലേ. താനൊന്ന് വന്ന് പറയ്. തനിക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. പ്ലീസ് മഹി, എന്നെ നിർബന്ധിക്കല്ലേ. തീർത്തും നിഷേധം പ്രകടിപ്പിക്കുന്ന സ്റ്റെല്ലയെ പിന്നെ അവൻ നിർബന്ധിച്ചില്ല. ഒരു കാരണവശാലും തൻ്റെ പേരവിടെ പറയരുത്. സ്റ്റെല്ല മഹിയെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. ആൻവിയെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ മഹി അവിടെ വിട്ടിറങ്ങി. ഇതെല്ലാം കേട്ടുകൊണ്ട് ആൻവിയും ഉണ്ടായിരുന്നു അവിടെ. സ്റ്റെല്ലയെ വേരോടെ പിഴുതെറിയാൻ ആൻവിക്ക് ആദ്യം ദേഷ്യം തോന്നിയെങ്കിലും പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവളിൽ നിഗൂഢമായ ചിരി വിരിഞ്ഞു. ബ്ലാക്ക് ടീ കൊണ്ടുവന്ന് 2 കപ്പും ടേബിളിൽ വെച്ച് ശിവ അമർഷമടക്കി പിടിച്ച് ചിരിച്ചു. ഉള്ളിലെ ദേഷ്യം പുറത്ത് കാണാതെ ചിരിച്ചു കാണിക്കുന്ന അവളെ കാണെ അവന് കുസൃതി നിറഞ്ഞു. കൊണ്ടുവന്നതിൽ ഒന്നെടുത്ത് അവൾക്ക് നേരെ നോക്കി. കുടിക്ക്. എനിക്കോ? അതെ. എന്താ, കുടിക്കില്ലേ? കണ്ണുമീഴ്ച്ച് നിൽക്കുന്നവളോട് അവനത് ചോദിച്ചതും ശിവ അത് കയ്യിൽ വാങ്ങി. അവളും ബ്ലാക്ക് ടീ കുടിക്കില്ല. പിന്നെ അവൻ കൊടുത്തത് കൊണ്ട് വാങ്ങിയെന്നേ ഉള്ളൂ. അതിൽ നോക്കി മുഖം ചുളിച്ച് കുറച്ചു നേരം നോക്കി. പിന്നെ അത് പതിയെ ഊതി കുടിക്കാൻ തുടങ്ങി. അവൾ കുടിക്കുന്നത് കണ്ടതും ഇഷ്ടമില്ലാഞ്ഞിട്ടു കൂടി അവനും അത് ചുണ്ടോട് ചേർത്തു. ചുണ്ടുകൂർപ്പിച്ചുള്ള അവളുടെ ചായ കുടിയും ഇടയ്ക്കിടെ നാവ് പുറത്തിട്ട് ചുണ്ടുയുന്ന അവളുടെ ഭാവങ്ങളും അവന് കണ്ണ് ചിമ്മാതെ നോക്കിയിരുന്നു. അവൻ ആ ചുണ്ടൊന്ന് നുണഞ്ഞു നോക്കാൻ മനസ്സും ശരീരവും വെമ്പി. പക്ഷേ തൻ്റെ ഇഷ്ടം അവൾ സ്വീകരിക്കാതെ തനിക്കതിനാവില്ല എന്നത് അവൻ തീരുമാനിച്ചിരുന്നു. തന്നെ വിടാതെ നോക്കുന്ന അച്ചുവിനെ കാണെ ശിവവേഗം കണ്ണു മാറ്റി. ഒറ്റ വലിക്കത് കുടിച്ചു തീർത്ത് അവൾ കപ്പ് ടേബിളിൽ വെച്ചു. ഇതോടി അച്ചു അവൻ്റെ അടുത്തിരുന്ന കപ്പും അവൾക്ക് നേരെ നീക്കി വെച്ചു. എനിക്കെന്തിനാ ഇത്? എനിക്കൊന്നും വേണ്ട. താൻ കുടിച്ചതിൻ്റെ ബാക്കി എൻ്റെ പട്ടി കുടിക്കും. പുച്ഛിച്ചു മുഖം തിരിച്ചതും അവനൊന്ന് പൊട്ടിച്ചിരിച്ചു. അതിന് നിന്നോട് കുടിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. കൊണ്ടുപോയി കളയാൻ തന്നതല്ലേ. അതിന് നീ എന്തിനാ ഇങ്ങനെ വേറൊരർത്ഥമൊക്കെ ചിന്തിക്കുന്നേ? അത്രയും പറഞ്ഞച്ച അവൻ്റെ ചിരി തുടർന്നതും ശിവാകെ ചമ്മിപ്പോയി. ചൂളിയുള്ള അവളുടെ നിൽപ്പ് കണ്ട് വീണ്ടും ചിരി പൊട്ടിയെങ്കിലും അവനൊരുവിധം കടിച്ചു പിടിച്ചു. എന്തോ പറയാനുണ്ടായിരുന്നല്ലോ, അത് പറഞ്ഞിട്ട് പോ ചിത്തു. അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ അവൻ്റെ വിളിയിൽ അവളുടെ കാലുകൾ നിശ്ചലമായി. എങ്ങനെ പറയുമെന്നറിയാതെ അവൾ നിന്ന് പരുങ്ങുന്നത് താടിക്ക് കയ്യും കൊടുത്ത് അവൻ നോക്കിയിരുന്നു. പറയടി, എവിടെയാ ഫയൽ? മഹി, എന്താ ഇത്? കലിതുള്ളി ആൻവിയുടെ അടുക്കെ പാഞ്ഞു പോകാൻ നിന്ന മഹിയുടെ കയ്യിൽ പിടിച്ച് ദക്ഷ ചോദിച്ചതും അവൻ ബദ്രിക്കും ദക്ഷയ്ക്കും നേരെ തിരിഞ്ഞു. സോറി ദക്ഷ, ഇവളാ ആൻവിയ ആ ഫയൽ മാറ്റിയത്. ബദ്രി, ഇവളാ അത് ചെയ്തത്. ബദ്രി, മഹി പകയോടെ പറഞ്ഞതും ആൻവി കണ്ണു നിറച്ച് ബദ്രിയെ നോക്കി. നിറഞ്ഞ കണ്ണാലെ നിൽക്കുന്ന ആൻവിയെ കണ്ടെങ്കിലും എന്തുകൊണ്ടോ ബദ്രിക്ക് അവളെ വിശ്വസിക്കാൻ മനസ്സനുവദിക്കുന്നുണ്ടായിരുന്നില്ല.